അടുത്തേക്ക് വിളിക്കണം. അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കണം, എന്താണ് മോളെ എന്റെ വിശേഷങ്ങൾ, എന്താണ് ആഗ്രഹങ്ങൾ? ഇടയ്ക്കൊന്ന് യാത്ര പോകണം, ഭാര്യയുമൊത്ത് മക്കളെ കൊന്ന് ഇടയ്ക്ക് യാത്ര പോകണം. യാത്ര പോകുമ്പോൾ കിട്ടുന്നൊരു എനർജി, മനസ്സിനകത്തുള്ളൊരു സന്തോഷം, അത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓരോ യുദ്ധങ്ങൾക്കും പോകുമ്പോഴോ യാത്രകൾക്ക് പോകുമ്പോൾ ഭാര്യമാരുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ നറുക്കിടുമായിരുന്നു. ഭാര്യമാരുടെ വിഷയത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിരുന്നു. അങ്ങനെ ആ നറുക്കിടുന്ന സമയത്ത് ഏത് ഭാര്യയാണോ കിട്ടിയത് എങ്കിൽ ആ ഭാര്യയാണ് അന്നത്തെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകുക. ഒരു സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ നറുക്കിട്ടപ്പോ മഹീഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണ് കിട്ടിയത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി ചരിത്രം ചുരുക്കിക്കൊണ്ട് പറയാണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നറുക്കിട്ടപ്പോ മഹദി ഫാത്തിമാനെ ആയിഷ ബീവിയെ കിട്ടി. ഫാത്തിമ ബീവിയുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു എപ്പോഴും ഫാത്തിമ 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 എന്ന് വായിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അള്ളാഹു മഹദി അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. നമ്മുടെ ഉമ്മമാരെയും വിശുഷായി ഉമ്മമാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുപോയി വരുന്ന സമയത്ത് പണ്ടത്തെ കാലത്തൊക്കെ ആഭരണങ്ങളൊക്കെ കമ്മിയായിരുന്നല്ലോ. നമ്മളൊരു യാത്ര പോകണമെങ്കിൽ അടുത്ത വീട്ടിൽ ആരാണോ സ്വർണ്ണം ഉണ്ടെങ്കിൽ അവരുടെ സ്വർണം മേടിച്ചിട്ടിട്ടാണ് കല്യാണത്തിനും യാത്രകൾക്കൊക്കെ നമ്മൾ പോകാറ് പണ്ട് കാലത്ത്. ഇന്നാണ് പിന്നെ ഒന്ന് ഡെവലപ്മെന്റ് ആയിട്ട് ഒന്നൊക്കെ റാഹത്തായത് ഇപ്പോഴാണ്. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറൊരു ഭാര്യയുടെ മാല മേടിച്ചിട്ട് പോയി. തിരിച്ചു വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഒട്ടകക്കട്ടിൽ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. യാത്ര ചെയ്തിട്ട് ക്ഷീണമുള്ള സമയത്ത് നമ്മളിങ്ങനെ വരുമല്ലോ, എന്നിട്ട് നമ്മൾ ക്ഷീണാവുമ്പോൾ ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ക്ഷീണായിട്ട് ഇങ്ങനെ ഇരിക്കുക. സ്വഹാബത്ത് വേറെ സ്ഥലത്തുണ്ട്. ഇത് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പുള്ള സംഭവമാണ്. പിന്നെ കഴുത്തേക്ക് പെട്ടെന്ന് നോക്കിയപ്പോ ഇത്ര നേരം ഇട്ട് വരുന്ന മാല കാണുന്നില്ല. മഹദിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കഴുത്തിലേക്ക്. ആയിഷ ബീബി റളിയല്ലാഹു തആല കഴുത്തേക്ക് നോക്കി, പഠിച്ചോനെ എന്റെ മാല കാണുന്നില്ലല്ലോ റബ്ബേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ, പഠിച്ചോനെ എന്റെ മാല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം കൊണ്ട് മുത്ത് റസൂലും സ്വഹാബത്ത് ഇവിടെ കുറച്ച് സമയം കൂടെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല ഇങ്ങനെ നോക്കുകയാണ്. എന്റെ മാല എവിടെയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ അവിടെ നിന്ന് മാല കിട്ടിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല ഇങ്ങനെ കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അതാ മദീനത്തേക്ക് യാത്രയായിരിക്കുകയാണ്. ഒട്ടകക്കട്ടിലൊക്കെ പോയിക്കാണ്. അതുകൊണ്ട് യുദ്ധം കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഒരു സ്വഹാബിയുണ്ട്, സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി. ഇത് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പുള്ള സംഭവം. അങ്ങനെ ഏത് യുദ്ധം കഴിഞ്ഞാലും ആ യുദ്ധത്തിന്റെ പിറകിൽ അവസാനം വരുന്ന ഒരു സ്വഹാബിയാണ് സഫ്വാൻ. സഫ്വാൻ ഇങ്ങനെ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന ആയിഷ ബീബി ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ ഇരിക്കണ, ഒരു പാറക്കല്ലിൽ നിൽക്കാണ്. ആയിഷ ബീബിനെ പോലെ തോന്നി ആ രൂപം കണ്ടപ്പോ. ആയിഷ ബീബിയാണോ? ആയിഷ ബീബിയാണ് എന്ന് പറഞ്ഞിട്ട് സഫ്വാന്റെ ആ ഒട്ടകക്കട്ടിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കയറ്റിയിട്ട് സഫ്വാൻ അതാ മദീനത്തേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, മക്കത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഉണ്ടാവുമല്ലോ, എന്നും കാണുന്ന ഒരാളിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരാള്, അറിയാത്തൊരാള് കടന്നു വരുമ്പോ പറഞ്ഞു പരത്താനും പരദൂഷണത്തിനും ആളുണ്ടാകുന്ന ഒരു കാലഘട്ടം അന്നേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ പിന്നെ പറയേ വേണ്ട, അന്നേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മുനാഫിക്കീങ്ങളായുന്ന ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രചരണം നടത്താൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന ഏക കന്യകയാകുന്ന സുന്ദരി കുട്ടിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇന്നലെ സഫ്വാന്റെ കൂടെയാണ് അത്രേ രാത്രിയിൽ വന്നത്. അവിടെ നിന്ന് വ്യഭിചാര ആരോപണം പരന്നു പരത്താൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിലേക്കൊക്കെ എത്തി. എല്ലാവരും പറയുന്നുണ്ട് ആയിഷ വ്യഭിചരിച്ചു, ആയിഷ സഫ്വാന്റെ കൂടെയാണ്, ആയിഷ സഫ്വാന്റെ കൂടെയാണെന്ന്. തന്റെ ഉപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തേക്ക് പോയി, ഉപ്പാ ഞാൻ നിരപരാധിയാണ് ഉപ്പാ. വിശ്വസിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു, മുത്തുനബി എന്തേ പറഞ്ഞു ചോദിച്ചു.
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മുത്തനബിക്ക് ഇതിങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടം വരുന്നതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വളരെ മനഃശാസ്ത്രപരമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ വളരെ സൈക്കോളജിസ്റ്റ് ആണല്ലോ, അള്ളാഹുവിന്റെ ഹബീബ്. അള്ളാഹിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞത്രേ, ആയിഷോ കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയിരുന്നോ മോളെ, കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് നീ പോയിരുന്നോ മോളെ. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുറച്ചു ദിവസം അതാ തന്റെ വീട്ടിൽ കഴിയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഉപ്പാ ഞാൻ നിരപരാധിയാണ് ഉപ്പാ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്ന് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകെ കൂടി ടെൻഷനായി. ഒന്നും കാണാതെ മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ലല്ലോ. അല്ലാഹുവേ, അള്ളാഹിന്റെ റസൂൽ എന്തേ വിചാരിച്ചത്, ഫാത്തിമാക്ക് ആയിഷ ബീബിക്ക് കുറച്ച് സമാധാനം മാതാവിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്. ഉമ്മു റുമാൻ എന്ന് പറയുന്ന തന്റെ ഉമ്മാടെ അടുത്തേക്ക് പറഞ്ഞു, ഉമ്മ ഞാൻ നിരപരാധിയാണ് ഉമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉമ്മാടെ അടുത്തേക്ക് പോവുക. ഉമ്മാന്റെ അടുത്തേക്ക് പോയപ്പോൾ ഉമ്മയും കൈയൊഴിയ, എല്ലാവരും കൈയൊഴിയാണ്. ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നിങ്ങനെ വരെ കഥ പറയുമ്പോൾ ആ കഥയുടെ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. എവിടെ എന്റെ ആയിഷ കുട്ടി, എവിടെ എന്റെ ആയിഷ എവിടെ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആയിഷ ബീബി വേഗം ചെന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ജിബ്രീൽ വന്നോ നബിയേ, വഹയുമായിട്ട് എന്റെ നിരപരാധിത്വം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തെളിയിച്ചോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് ചെന്തി ആയിഷ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം, അല്ല നബിയേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയാവല്ലോ അല്ലാഹു എനിക്ക്, എന്റെ ഇത്രത്തോളം നീ പറയാനുള്ള കാരണം ആയിഷ. ആ സമയത്ത് ആയിഷ ബീബി പറഞ്ഞു, നബിയേ ഞാനൊരു തെറ്റുകാരിയല്ലെന്ന് അങ്ങായിക്കറിയുമല്ലോ നബിയേ. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വാനലോകത്തിൽ നിന്ന് ജിബ്രീൽ കടന്നു വന്നോ നബിയേ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് ചോദിച്ചപ്പോ മുത്തുനബി പറഞ്ഞു, ആയിഷ ജിബ്രീൽ വന്നു ആയിഷ, ഖുർആനിൽ നിന്റെ നിരപരാധിത്വം തെളിയിച്ചു ആയിഷ. മുത്തുനബി പറഞ്ഞു, എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയപ്പോ, ഉമ്മ മാറ്റി നിർത്തിയപ്പോ, പാപ്പ മാറ്റി നിർത്തിയപ്പോ, എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞപ്പോഴും കുറ്റം പറഞ്ഞപ്പോഴും, എല്ലാവരും നിന്നെ കുറ്റം പറഞ്ഞപ്പോഴും തള്ളി പറഞ്ഞപ്പോഴും ആയിഷ നിന്റെ മനസ്സിനെ ഇത്രത്തോളം ധൈര്യത്തിലാക്കിയത് എന്തേ ആയിഷ? ആയിഷ ബീബി പറയുന്നു, നബിയേ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇത് തന്നെ എന്റെ ദിവസം അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞയച്ച മുതൽക്ക് ഇങ്ങനെ തന്നെ ചൊല്ലലെന്നെ അല്ലാഹുവേ എന്റെ നിരപരാധിത്വം നീ തെളിയിക്കണേ അല്ലാ. എനിക്ക് തവക്കുലായിട്ട് നീയുണ്ടല്ലോ അല്ലാ, എനിക്കല്ല മതി. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആയിഷ ബീബി ഇതായിരുന്നു അത്രേ. എല്ലാവരും മാറ്റി നിർത്തിയപ്പോ, എല്ലാവരും ആയിഷ ബീബിയെ പ്രയാസപ്പെടുത്തിയപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയ ദിക്ർ ഇതാണ്. അത് നമുക്ക് ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യുകയാണ്.